നമസ്കാരം, ഞാൻ സംഗീത് രഞ്ജൻ. ജ്ഞാനായ ഗ്ലോബൽ ടൈംസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നത് ജ്ഞാനായ സമുദായ അംഗവും 1991 മുതൽ 97 വരെ കോട്ടയം രൂപതയിലെ മലബാർ റീജിയൻ DGയും ആയിരുന്ന, ഇന്ന് കപ്പൂച്ചൻ സഭ അംഗവുമായ റവറൻഡ് ഫാദർ ജയരാജ് OFM അച്ഛനാണ്. 84 വയസ്സിലും മിഷണറി പ്രവർത്തനങ്ങൾ തുടരുന്ന അച്ഛനെ ഇന്നിവിടെ ആദരിക്കുകയാണ്. ഗ്ലോബൽ ജ്ഞാനായ ടൈംസ് ഡയറക്ടർ ശ്രീ BG മാഗോട്ടത്തിൽ ജോർജ്, ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജയരാജ് OFM അച്ഛനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഗ്ലോബൽ ജ്ഞാനായ ടൈംസ് എന്ന വെബ് ചാനലിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം ഒന്ന് പറയാമോ? നിങ്ങളുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഗ്ലോബൽ ജ്ഞാനായ ടൈംസ്, മനോഹരമായ ഒരു പേര്. ലോകത്തെമ്പാടുമുള്ള നമ്മുടെ ജ്ഞാനായ സഹോദരങ്ങളെ ഒന്നിച്ചു കൂട്ടാനും നമ്മുടെ ജ്ഞാനായത്വത്തിൽ നാം പ്രതിനിധാനം ചെയ്യുന്നതായ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ വലിയ മൂല്യങ്ങൾക്ക് സ്ഥിരപ്രതിഷ്ഠ കൊടുക്കുന്നതായ ഒരു സമൂഹമായിട്ട് അത് വളർന്നു വരുവാനും അതിലൂടെ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഉൾക്കാഴ്ചകളും അറിവും ജീവിത കൂട്ടായ്മയും ഒക്കെ കിട്ടാനായിട്ട് അത് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തന ലക്ഷ്യത്തിൽ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത്, വെറും താത്വികമായ മേഖലയോടൊപ്പം തന്നെ പ്രായോഗികമായ തലത്തിലും പ്രവർത്തനത്തിൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. നമ്മുടെ ജ്ഞാനായ സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെട്ട് കൂടുതലായിട്ട് നന്മയിലേക്കും പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും ആശ്വാസത്തിലെയും നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് അത് വളരെയധികം ഊർജം പകരും. താത്വികമായ ഒരു കാഴ്ചപ്പാട് വെറും കമ്മ്യൂണിക്കേഷനായിട്ട് നിൽക്കുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. പ്രവർത്തന മേഖലയിലേക്ക്, പ്രായോഗിക മേഖലയിലേക്ക്, ഇടപെടലുകളിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾ വേരുറപ്പിക്കുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ, അതിനോട് സഹകരിക്കുന്ന എല്ലാവരും നിങ്ങളോട് ചേർന്ന് നിൽക്കുകയും നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ബലപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ പ്രസ്ഥാനം കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞതായ നമ്മുടെ പ്രേക്ഷിത ലക്ഷ്യം അതിനെ നിലനിർത്താനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി താല്പര്യമെടുക്കുവാനും നമ്മുടെ ഉള്ളിലേക്ക് മാത്രം വളരാതെ നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റുള്ളവരെയും ലോകത്തെയും മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ ഒരു വടവൃക്ഷമായിട്ട് നിങ്ങളുടെ ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തെ സഹായം, എല്ലാ ആശംസകളും പ്രാർത്ഥനയും അതിനായിട്ട് നേരുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛ, അങ്ങ് ചെറിയ പ്രായത്തിൽ തന്നെ മിഷനറി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണല്ലോ. ഈ 84 വയസ്സിലും ഗുജറാത്തിൽ തുടർന്നു പോരുന്ന അങ്ങയുടെ മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? ഒരു ജ്ഞാനായക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ആരംഭകാല ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു പ്രേക്ഷിത യാത്രയുടെ ഭാഗമായിട്ട് മെസൊപ്പൊട്ടേമിയയിൽ നിന്നും കൊടുങ്ങല്ലൂർ കുടിയേറിയ ഒരു സമൂഹത്തിലെ അംഗമാണ് ഞാൻ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം തദ്ദേശീയ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ജീവിത സാക്ഷ്യം കൊണ്ട് ഒരു ദൈവജന കൂട്ടായ്മയുടെ വിശദാംശങ്ങൾ ജീവിത സാക്ഷ്യം വഴിയും പ്രവർത്തനം വഴിയും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറുപ്പകാലം മുതലേ ഒരു മിഷണറി ആകാനുള്ള വലിയ താല്പര്യം, അതേസമയം തന്നെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതശൈലിയോടും ആധ്യാത്മികതയോടുമുള്ള എൻ്റെ പ്രതിബദ്ധത, ഇത് രണ്ടും കൂടി കോർത്തിണക്കി ഞാൻ കപ്പൂച്ചൻ സഭയിൽ ചേരുകയാണ്. ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം 3 വർഷക്കാലം ആഗ്ര, ഭോപ്പാൽ മിഷനുകളിൽ ആയിരുന്നു. അവിടെ നിന്ന് എൻ്റെ മേലധികാരികൾ പൂനായിൽ പോയി പഠിക്കണം, അതിനുശേഷം റോമിൽ പഠിക്കാൻ പോകണം എന്നൊക്കെ ഞാൻ നിർബന്ധിച്ചപ്പോൾ തിരിച്ചു വന്നാൽ എന്നെ മിഷനിലേക്ക് വിടാവോ എന്ന് ചോദിച്ച് അവന് ചെയ്യാമെന്നുള്ള ഒരു ധാരണയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്.
ഷെറോമിൽ നിന്നും സാൻമാർഗിക ശാസ്ത്രത്തിൽ പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ എന്നോട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മിഷന് പോകാനായിട്ട്. കാരണം ഞങ്ങളുടെ ചാപ്റ്ററുകൾ 2 മാസത്തിനുള്ളിൽ വരികയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന്. ആ ചാപ്റ്റർ മുതൽ എന്നെ ഞങ്ങളുടെ സഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് സമൂഹം തിരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. ഒന്നിന് ശേഷം അടുത്തത് അങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രോവിൻസിലെ ആവശ്യങ്ങൾക്കായിട്ട് എന്നെ നിയോഗിക്കുകയും ഞാനിവിടെ ആയിരിക്കുകയാണ് ചെയ്തത്. അവസാനം എനിക്ക് 80 വയസ്സുള്ളപ്പോൾ 2022 ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ സ്ഥാനം തീരുന്നു. ആ സമയത്ത് വേറൊരാളെ പ്രൊവിൻഷ്യലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ഗുജറാത്തിലേക്ക് പോവുകയാണുണ്ടായത്. ഗുജറാത്തിൽ ഞാൻ തുടങ്ങി വെച്ചൊരു മിഷനാണ്. ഞാൻ പ്രൊവിൻഷ്യലായിരുന്നപ്പോൾ തുടങ്ങിയൊരു മിഷൻ. ഞാനാണ് അവിടെ കുറേയധികം നമ്മുടെ സഭയിൽപ്പെട്ട അച്ഛന്മാരെ മിഷണറിമാരായിട്ട് വിട്ടത്. അവരെവിടെ കൊണ്ടുയാക്കുന്നതിനും അവിടുത്തെ പിതാക്കന്മാരുമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുമായിട്ട് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ആ പോയവർ എൻ്റെ പ്രൊവിൻഷ്യൽ സേവനം കഴിയുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്നെ നിർബന്ധിച്ചു. ഞങ്ങളെയൊക്കെ മിഷന് വിട്ടതിൽ അച്ഛനല്ലേ, അപ്പം അച്ഛനോട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, എനിക്കിപ്പോൾ എവിടെയാണേലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പോകുന്നു. അവിടെ ചെന്നപ്പോൾ അംഗ്ലേശ്വർ എന്നൊരു സ്ഥലത്തെ വികാരിയായിരുന്നു ഷംഷാബാദ് രൂപതയിലെ സഹായമിത്രനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് കൊല്ലപ്പറമ്പിൽ പിതാവ്. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് മാറുന്നതോടുകൂടി അവിടെ വേറൊരാളുടെ ആവശ്യം, ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴദ്ദേഹം പ്രൊവിൻഷ്യലിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്യാനുണ്ടായത്. ഞാൻ എവിടെയായിട്ട് ഇപ്പോൾ 3 വർഷമായി. നമുക്കുള്ളതെല്ലാം വാടകയ്ക്കാണ്. അത് ശരി. ഞങ്ങളുടെ പള്ളി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ 3-ാം നിലയിലാണ്. ഉള്ളിലെല്ലാം പള്ളി പോലെയാക്കി, പുറമേ ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്രമാണ്. ആ കെട്ടിടത്തിൻ്റെ 4-ാം നിലയിലാണ് നമുക്ക് അവിടുത്തെ കുട്ടികൾക്കായിട്ടുള്ളൊരു സൺഡേ സ്കൂൾ. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ് ഒരു സിംഗിൾ റൂം വീട് ഞാൻ താമസിക്കുന്നത്. ശരി. അവിടുത്തെ ആളുകളുടെ വലിയ താല്പര്യമായിരുന്നു സ്വന്തമായിട്ടൊരു പള്ളി വേണം ഇതൊക്കെ. അവിടുത്തെ ആ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ ആൾക്കാരുമൊക്കെ താമസിക്കുന്നത് ഫ്ലാറ്റുകളിലാണ്. നമ്മളൊരു ചെറിയ സ്ഥലം അവിടെ കിട്ടാൻ വിഷമം. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ചിന്തയ്ക്കും ആലോചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം ഒരു പ്രപ്പോസൽ ഞാൻ വെച്ചത്, നമുക്കൊരു വലിയ സ്ഥലം മേടിക്കാം, നമ്മുടെ ആൾക്കാർക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 3000 സ്ക്വയർ അടിയുടെ ഒരു പ്ലോട്ട് കൊടുക്കാം, അവരതിന് വലിയായിട്ട് 12 ലക്ഷം രൂപ വെച്ച് തരുന്നു, അതും മറ്റുള്ളവരുടെ സംഭാവനയെല്ലാം കൂടി നമുക്കൊരു സ്ഥലം മേടിക്കും. അങ്ങനെ അതിനോട് എല്ലാവർക്കും വലിയ താല്പര്യം. അങ്ങനെ നമ്മളൊരു 4 ഏക്കർ പ്ലോട്ട് വാങ്ങിച്ചു. അതിനകത്ത് നമ്മളൊരു 25 വീടുകളുടെ ഹൗസിംഗ് പ്ലോട്ടുകൾ, പള്ളിയിൽ വൈദികർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഒരു മഠം, സ്കൂള്, സോഷ്യൽ പ്രവർത്തനം. ഇനി ആവശ്യമനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം വാങ്ങിച്ച് വികസിപ്പിക്കാം. ഞാനിങ്ങോട്ട് പോരുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സ്ഥലം ആ ഇടവകയുടെ പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇനി ഇടവക വേണം ഈ ഹൗസിംഗ് പ്ലോട്ടുകൾ ആധാരം ചെയ്ത് അത് എടുക്കുന്നവർക്ക് കൊടുക്കാൻ. ഇതിന് പല അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ലോക്കലായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആരെങ്കിലും ഒരു വൈദികൻ തനിയെ പോയിടത്ത് തുടങ്ങല്ല, ഒരു കൂട്ടായ്മയായിട്ട് 345-ൽ 72 കുടുംബങ്ങളിൽ വന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഗുജറാത്തിൽ അംഗ്ലേശ്വറിൽ 25 ക്രൈസ്തവ കുടുംബവുമായിട്ട് ഒരു മിഷൻ ആരംഭിക്കുകയാണ്. എല്ലാവരിൽ നിന്നും സഹകരിച്ച് എനിക്ക് ചോദിക്കാവുന്ന എല്ലാവരോടും ചോദിച്ച് ഞങ്ങൾ ഈ 4 ഏക്കർ സ്ഥലത്തിന് ആവശ്യമായ 2.25 കോടി രൂപ സമാഹരിച്ച് അത് കൊടുത്ത് സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഈ യാത്രയ്ക്ക് പോന്നിരിക്കുകയാണ്. ഇനി തിരിച്ചു ചെന്നിട്ട് വേണം
പള്ളിമുറി, സ്കൂള്, മഠം, സോഷ്യൽ പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട്. വലിയ ഹിന്ദു ട്രൈബൽ ഏരിയയിലെ ഒരു വലിയ വില്ലേജിലാണ് ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തന സാധ്യതകൾ അവിടെയുണ്ട്. ഒരുപാട് ശുശ്രൂഷ മേഖലകൾ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ആരംഭിച്ച് വികസിപ്പിച്ച് വളർത്തിയെടുക്കാനാണ്. സഭയുടെ കാഴ്ചപ്പാടിൽ ഓരോ ക്രൈസ്തവനും ഒരു മിഷനറിയാണ്. എൻ്റെ വലിയൊരു ചിന്ത ഈ 25 കുടുംബങ്ങളും അവിടെയുള്ള വൈദികരും സന്യസ്തരും കൂടി ഒരു ദൈവജന കൂട്ടായ്മയുടെ ഒരു പരിച്ഛേദം അവിടെയുള്ള നാനാജാതി മതസ്ഥർക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഊടുംപാവം തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയായിട്ട്, ഒരു സാക്ഷ്യമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ആ നിർണായക ഘട്ടത്തിലാണ്. എങ്ങനെ ഇത് ചെയ്യുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. കർത്താവിലുള്ള പ്രതീക്ഷയും വിശ്വാസവും എല്ലാവരുടെയും സഹകരണവും കൂട്ടായ്മയിലുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇപ്പോൾ അച്ഛാ, അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റി നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അവിടെ നമുക്ക് പ്രായോഗികമായിട്ട് 3 കമ്മ്യൂണിറ്റികളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മുടെ സിറോ മലബാർ സഭയിൽപ്പെട്ട 100ഓളം കുടുംബങ്ങളുണ്ട്. അവരവിടെ എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ, കമ്പനികൾ, വർക്ക്ഷോപ്പുകൾ, കടകൾ ഒക്കെ നടത്തുന്നവരാണ്. സാമ്പത്തികമായിട്ട് വലിയ സുസ്ഥിതിയില്ല, പക്ഷേ അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വലിയ ജോലി തേടി പോയവരാണ്. അപ്പോൾ അവർ പോയ കാര്യം സാധിച്ചങ്ങനെ പോകുന്നു. രണ്ടാമത്തെ സമൂഹം എന്ന് പറയുന്നത് അകത്തോലിക്കരായ ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. അപ്പം എക്യുമെനിസത്തിൻ്റേതായ ഒരു വശം. ആദ്യം ഞാൻ പറഞ്ഞതായ 100ഓളം കത്തോലിക്ക കുടുംബങ്ങൾക്ക് അജപാലന ശുശ്രൂഷ, കൂദാശകളും സൺഡേ സ്കൂള്, ഭവന സന്ദർശനം, അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള കൂട്ടായ്മ, ഇത് അജപാലന ശുശ്രൂഷ ആദ്യത്തെ മിനിസ്ട്രി. രണ്ടാമത്തത് അവിടെയുള്ളതായ അകത്തോലിക്കരായ ക്രൈസ്തവ കൂട്ടായ്മകളുണ്ട്. മർത്തോമാക്കാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, പിന്നെ മറ്റ് ചെറിയ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവരുമൊക്കെയായിട്ട് ഒരു എക്യുമെനിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഒന്നിച്ചു വരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ച് ബലിയർപ്പിക്കുന്നു. അവർക്ക് അവരുടേതായ അജപാലന ശുശ്രൂഷകൾ സംലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നു. രണ്ടാമത്തതാണ്. മൂന്നാമത്തത്, ഇത് രണ്ടും കൂടിയാൽ വളരെ ചെറിയ ഒരു മൈനോറിറ്റിയാണ്. വലിയൊരു മജോറിറ്റി അക്രൈസ്തവരായ ഹിന്ദു, മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അവരാണ് വലിയ മജോറിറ്റി. അതുപോലെ തന്നെ ആദിവാസികളുടെ ഒരു വലിയ കൂട്ടായ്മകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനം അവരിലേക്കാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുക. അവരുടെ ഇടയിൽ നിന്നും ആംഗ്ലിക്കൻ സഭയിലേക്ക് വിശ്വാസം കണ്ടെത്തി വന്നവരായ സമൂഹങ്ങളുണ്ട്. അവരെയും സംഘടിപ്പിച്ച് നമുക്കവിടെയുള്ളതായ അകത്തോലിക്ക ക്രൈസ്തവ വിഭാഗങ്ങൾ, അതുപോലെ ഈ ആദിവാസി സമൂഹത്തിൽ നിന്നുമൊക്കെ ക്രൈസ്തവരായി തീർന്നവർ, ഇവരെ എല്ലാവരെയും ഏകോപിപ്പിച്ച് കർത്താവിന്, തിരുവചനത്തിന്, സുവിശേഷത്തിന് ഒരു ക്രൈസ്തവ കൂട്ടായ്മയായിട്ട് സാക്ഷ്യം വഹിക്കാനുള്ള വലിയൊരു ശ്രമമാണ് ഞങ്ങളിവിടെ നടത്തുക. അപ്പോൾ ഇന്നുവരെ നമുക്ക് ഞങ്ങളുടെ തന്നെ റിസോഴ്സസ് അതൊക്കെ വളരെ വർഷങ്ങളായിട്ട് താല്പര്യപ്പെട്ടതാണ്, ഒരു ചെറിയ തുണ്ട് ഭൂമി ഉണ്ടാകാനായിട്ട്. പക്ഷേ അവരെല്ലാവരും കൂടി അങ്ങ് സഹകരിച്ചപ്പോൾ വളരെയധികം ക്ലേശിച്ചും ബുദ്ധിമുട്ടിയും കടമെടുത്തും ഒക്കെ ആണെങ്കിലും 4 ഏക്കർ സ്ഥലം 2.25 കോടി കൊടുത്ത് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. ഞങ്ങൾക്കിതൊരു വലിയ ശുഭാപ്തി വിശ്വാസമാണ്. കാരണം ഇത്രയും വഴി നടത്തിയ കർത്താവ് ഇനി ഞങ്ങളെ മുന്നോട്ടുള്ള ഞങ്ങളുടെ ഈ സുവിശേഷ യാത്രയിൽ, ഈ മിഷൻ പ്രവർത്തനത്തിൽ വഴി നടത്തും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്.
അപ്പോൾ ഈ പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതുവരെ ഞങ്ങളുടെ കൈകളിൽ നീക്കിബാക്കികളൊന്നുമില്ല, നീക്കിയിരിപ്പുകളില്ല, ബാങ്ക് അക്കൗണ്ടിൽ പൈസയില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ തന്ന് സഹായിക്കും, ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കർത്താവ് സഹോദരന്മാരിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഞങ്ങളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും വലിയൊരു പരിധി വരെ നടത്തിത്തന്നാണ് മുമ്പോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട ജയരാജച്ച, UK ജ്ഞാനായ മക്കളെ സന്ദർശിക്കുവാൻ വന്നപ്പോൾ ഗ്ലോബൽ ജ്ഞാനായ ടൈംസ് എന്ന ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയും ഈ ചാനലിനു വേണ്ടി തൻ്റെ വിലയേറിയ സമയം മാറ്റിവെക്കുകയും ചെയ്ത അച്ഛന് ഗ്ലോബൽ ജ്ഞാനായ ടൈംസിൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ഈ സംരംഭത്തെ കൂടുതൽ വ്യാപകമായ വിധത്തിൽ അതിനെ കണ്ടിട്ട് വളർത്തിയെടുക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.